നമസ്കാരം. ഇത് 1962 മുതൽ 75 വരെ ഇന്ത്യൻ വിപണിയിലുണ്ടായിരുന്ന ത്രിമൂർത്തി കാറുകളിലൊന്നായ സ്റ്റാൻഡേർഡ് ഹെറാൾഡാണ്. മറ്റ് രണ്ടെണ്ണം അംബാസഡറും പ്രീമിയർ പത്മിനിയുമായിരുന്നു. വളരെ സിമ്പിളായ സ്റ്റിയറിങ്ങും പുഷ് പുൾ സ്വിച്ചുകളുമാണുള്ളത്. ഇനി ഇതിൻ്റെ മുൻവശം നമുക്കൊന്ന് കാണാം. വളരെ വലിപ്പമുള്ള ക്രോം റിങ്ങോട് കൂടിയ റൗണ്ട് ഹെഡ്ലൈറ്റാണ് ഈ വാഹനത്തിനുള്ളത്. താഴെയായി ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും കാണാം. ടയറുകൾ പഴയകാലത്തെ സ്റ്റീൽ ഡിസ്കോട് കൂടിയതാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ബോക്സി രൂപകൽപ്പനയാണ് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിൽ തന്നെയുള്ളത്, പിൻഭാഗത്തിന് പ്രത്യേകിച്ചും. ഇരുവശങ്ങളും കൂർത്തതും കുത്തനെയുള്ള വ്യത്യസ്തമായ ടെയിൽ ലൈറ്റുകളും പ്രത്യേകതയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റുകളൊന്ന് കാണാം. ഫ്രണ്ടിൽ 2 ബക്കറ്റ് സീറ്റുകളും പുറകിൽ സാധാരണ സോഫ സീറ്റുമാണ്. ന്യായമായ സ്ഥല സൗകര്യവും ഇതിലുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിക്കി ഒന്ന് പരിശോധിക്കാം. അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള ഡിക്കിയാണ്. സ്പെയർ ടയർ ഡിക്കിക്കുള്ളിലാണ് വയ്ക്കുന്നത്. സൗകര്യപ്രദവുമാണ്. മറ്റെല്ലാ വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബോണറ്റും മഡ്ഗാർഡും ഉൾപ്പെടെ ഫ്രണ്ട് വശം പൂർണ്ണമായി മുൻപിലേക്ക് മറയ്ക്കാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇതിനുള്ളത്. 948 cc 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനുള്ളത്. ഇന്ത്യയിൽ ഈ വാഹനം മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 എന്നിങ്ങനെ 3 മോഡലുകളിൽ ഇറങ്ങിയിരുന്നു. ഇതിൽ മാർക്ക് 1ഉം മാർക്ക് 2ഉം 2 ഡോറും മാർക്ക് 3 4 ഡോറുമായിരുന്നു. ഇതുപോലെ മറ്റൊരു വിൻറ്റേജ് ക്ലാസിക് വാഹനവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.